നമസ്കാരം. ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ അടിത്തറയിളക്കാൻ ഇസ്രയേലിനും അമേരിക്കയ്ക്കും സാധിച്ചുവെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസ്താവിച്ചു. 6 ആഴ്ചയിലേറെ നീണ്ടുനിന്ന യുദ്ധത്തിലൂടെ ഇറാനെതിരായ പോരാട്ടത്തിൽ നിർണായക നേട്ടങ്ങൾ കൈവരിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞുവെന്നും അദ്ദേഹം പറയുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തലിന് പിന്നാലെ നടത്തിയ ടെലിവിഷൻ പ്രസംഗത്തിലാണ് നെതന്യാഹു ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. വാഷിംഗ്ടണും ജെറുസലേമും തമ്മിലുള്ള ബന്ധം എന്നത്തേക്കാളും ശക്തമാണെന്നും വിയോജിപ്പുകളുണ്ടെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാൻ ഭരണകൂടത്തെ സാമ്പത്തികമായും സൈനികമായും തകർക്കാൻ കഴിഞ്ഞുവെന്നാണ് നെതന്യാഹുവിന്റെ പ്രധാന അവകാശവാദം. ഇറാന്റെ മിസൈൽ നിർമ്മാണ സംവിധാനങ്ങൾ തകർത്തതായും അവർക്ക് പുതിയ മിസൈലുകൾ നിർമ്മിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ ആണവ പദ്ധതിക്ക് കനത്ത ആഘാതം സൃഷ്ടിക്കാൻ ഇസ്രായേലിന് സാധിച്ചു. ആണവ ശാസ്ത്രജ്ഞരെ വധിച്ചതും സെൻട്രിഫ്യൂജ് നിർമ്മാണശാലകൾ നശിപ്പിച്ചതും ഇതിന്റെ ഭാഗമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം മുഴുവൻ രാജ്യത്തിന് പുറത്തെത്തിക്കും. അത് ചർച്ചകളിലൂടെയോ അല്ലെങ്കിൽ വീണ്ടും യുദ്ധം ആരംഭിച്ചോ നടപ്പിലാക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇതിൽ അമേരിക്കയും ഇസ്രയേലും ഒരേ നിലപാടിലാണ് തുടരുന്നത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾക്കും ആയുധ നിർമ്മാണശാലകളും ഇസ്രായേൽ തകർത്തു കഴിഞ്ഞു. സ്റ്റീൽ പ്ലാന്റുകൾ, പെട്രോകെമിക്കൽ പ്ലാന്റുകൾ, പാലങ്ങൾ, റെയിൽവേ പാതകൾ എന്നിവ നശിപ്പിച്ചതിലൂടെ ഇറാന്റെ സൈനിക നീക്കങ്ങളെ തടയാൻ കഴിഞ്ഞുവെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അലി ഖമനയെ വധിക്കാൻ സാധിച്ചത് ഇസ്രായേലിന് വലിയ വിജയമാണെന്നും ശത്രുക്കൾ കൊളിക്കാൻ ഇടമില്ലെന്നും ഇതിലൂടെ തെളിയിക്കപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള വെടിനിർത്തൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ലക്ഷ്യത്തിലേക്കുള്ള നാഴികക്കല്ല് മാത്രമാണ്. ആവശ്യമായി വന്നാൽ ഏത് നിമിഷവും യുദ്ധത്തിലേക്ക് മടങ്ങാൻ ഇസ്രായേൽ സജ്ജമാണെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഇറാനും അമേരിക്കയും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ ഇസ്രായേലുമായി പൂർണ്ണമായി ആലോചിച്ചെടുത്ത തീരുമാനമാണെന്നും തന്നെ ആരും ഇക്കാര്യത്തിൽ അത്ഭുതപ്പെടുത്തിയിട്ടില്ല എന്നും നെതന്യാഹു പറഞ്ഞു. എന്നാൽ ഈ കരാർ ഒരു തന്ത്രപരമായ ദുരന്തമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് യാർ ലാപിഡ് ഉൾപ്പെടെയുള്ളവർ വിമർശിക്കുന്നത്. ഇസ്രായേലികളെ പീരങ്കിപ്പടയായി നെതന്യാഹു ഉപയോഗിക്കുകയാണെന്നും അമേരിക്കയോട് അദ്ദേഹം കള്ളം പറയുകയാണെന്നും ലാപിഡ് കുറ്റപ്പെടുത്തി. ഇറാനെതിരായി വെടിനിർത്തൽ നിലനിൽക്കുമ്പോഴും ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കെതിരായ ആക്രമണം തുടരുമെന്നും നെതന്യാഹു വ്യക്തമാക്കുന്നുണ്ട്. ഹിസ്ബുള്ളയെ അവരുടെ സുരക്ഷിത കേന്ദ്രങ്ങളിൽ ചെന്ന് തകർക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് സാധിച്ചുവെന്നും മിനിറ്റുകൾക്കുള്ളിൽ 100ഓളം ലക്ഷ്യങ്ങൾ തകർത്തതായും അദ്ദേഹം പ്രസംഗത്തിൽ അറിയിച്ചു. ട്രംപും താനുമായുള്ള സൗഹൃദം മിഡിൽ ഈസ്റ്റിന്റെ മുഖച്ഛായ മാറ്റുകയാണെന്നും ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വിധം ശക്തമായ പങ്കാളിത്തമാണ് ഇപ്പോൾ അമേരിക്കയുമായി ഉള്ളതെന്നും നെതന്യാഹു അവകാശപ്പെട്ടു. ഇറാൻ ഉയർത്തുന്ന ആണവ ഭീഷണിയെയും ബാലിസ്റ്റിക് മിസൈൽ വെല്ലുവിളികളെയും പ്രതിരോധിക്കാൻ ഇസ്രായേലിന് സാധിച്ചു. നിലവിൽ ഇറാൻ മുമ്പത്തേക്കാളും ദുർബലമാണെന്നും ഇസ്രായേൽ മുമ്പത്തേക്കാളും ശക്തമാണെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ഉപരോധങ്ങൾ നീക്കുക, യുദ്ധം സ്ഥിരമായി അവസാനിപ്പിക്കുക തുടങ്ങിയ മുന്നാവശ്യങ്ങൾ ഇറാൻ ഉപേക്ഷിച്ചതായും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇതിന് വിരുദ്ധമായ റിപ്പോർട്ടുകളാണ് ഇറാനിയൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചതായും ഹിസ്ബുള്ളയ്ക്കെതിരായ ആക്രമണം നിർത്തണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ തന്റെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ ഏത് മാർഗവും സ്വീകരിക്കുമെന്ന നിലപാടിലാണ് ബെഞ്ചമിൻ നെതന്യാഹു ഉള്ളത്. എന്തായാലും ബെഞ്ചമിൻ നെതന്യാഹു നിലപാട് വ്യക്തമാക്കുകയാണ്. ഇറാനെതിരെ യുദ്ധം അത് ഇസ്രായേൽ വിജയിച്ചു എന്നുള്ളത് തന്നെയാണ് നെതന്യാഹു പറയുന്നത്. യുദ്ധം എപ്പോൾ വേണമെങ്കിലും പുനരാരംഭിക്കാമെന്നും അദ്ദേഹം പറയുന്നത് ആശങ്ക നിലനിർത്തുന്നുണ്ട് പശ്ചിമേഷ്യയിൽ.